ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജനാസ് ഡ്രീം വേൾഡ്. ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ കുടൽ വീടാണ്. ദാണ്ട് ഇത് കാണാൻ വേണ്ട ഗൈസ്, ഇത് ഒഴുകുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ എന്ത് രസമാണ്. ഞങ്ങളിവിടെ വരാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഇപ്പോഴാണ് വരാൻ പറ്റിയ ഗായ്സ്. അടിപൊളിയാണ് ഗായ്സ് ഇവിടെ വന്നു. ദാണ്ട് ഇത് എന്ത് രസമാണ് ഗായ്സ്. ദാണ്ട് ഞാനും എൻ്റെ അനിയത്തിയും സിനാനും കൂടെ കിടക്കുക. സിനാൻ ഭയങ്കര പേടിയാകും കേട്ടോ. അത് ഈശ്വരാണെങ്കിൽ അത് മുങ്ങാൻ വേണ്ടി നിൽക്കുക. ഞാനും ഈശ്വരും സിനാനും ഒക്കെ ഭയങ്കര കളിയാണ്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പം ഗൈസ് ഞങ്ങൾ പുനലൂരിൽ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലോട്ട് വന്നതിന് വെള്ളം കണ്ടിട്ടില്ലാത്ത പോലെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇറങ്ങി ചാടാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും സിനാനും കൂടെ ഭയങ്കര കളിയായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടെ. അതുകൊണ്ട് ഈശ്വരനെയൊക്കെ കണ്ടോ ഗൈസ് നിങ്ങൾ? അല്ല, ഞാനാണെങ്കിൽ അവിടെ കിടന്ന് എന്തൊക്കെയോ നാട്ടി കൂട്ടുക. അപ്പോൾ ഇതാണ് ഞാൻ മുങ്ങിയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നീന്താൻ തുടങ്ങി. എനിക്കൊന്നും അറിഞ്ഞൂടാ നീന്താൻ. ഇവിടെ ഫുള്ള് മരങ്ങളാണ്. ഇവിടെ അത്യാവശ്യം ചൂടുകളൊന്നുമില്ല. അമ്മമായും അമ്മത്തായൊക്കെ കാര്യം പറയുന്നത് ഞങ്ങളങ്ങ് വെള്ളത്തിൽ തകർത്ത് ഗൈസ്. ഞങ്ങൾക്ക് എന്താ ചെയ്തത് ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാ. അപ്പം ഗൈസ് ഞാനൊന്ന് നീന്താൻ വേണ്ടി നോക്കി. നിങ്ങൾ ഇതുപോലൊക്കെയാണോ നീന്താറ്? എനിക്കാണെങ്കിൽ സത്യത്തിൽ നീന്താൻ അറിഞ്ഞൂടാ. നിങ്ങൾ നീന്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അല്ലാണ്ട് ഇഷ്ടത്തോടെ വെള്ളത്തിൽ ഇരിക്കാനാണ് അവർക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ മലന്ന് കിടന്ന് ഇരുന്ന് കിടന്ന് നീന്തുന്നത് എങ്ങനെയൊക്കെയോ ഞാൻ നീന്തുക. ഞാൻ നല്ല ശ്രമിച്ചതാണ്ട്. അപ്പോഴേക്കും അമ്മ ആണെങ്കിൽ എന്നെ വിളിച്ച് അകത്ത് കയറ്റി ഗൈസ്. ഞാൻ നല്ല വിഷമത്തോടെയാണ് അകത്ത് കയറി പോയത്. അതാണ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു വൈകിട്ട് ഇറക്കാമെന്ന്. ഇനി സത്യമാണെന്ന് കള്ളാമെന്നോ ആർക്കറിയാം. നമുക്ക് അറിഞ്ഞുള്ള ഈശ്വര രാറ്റ് വന്നിട്ട് ഒരു ഉമ്മയും നന്ദി പോയി. പിന്നെ ഇത് അമ്മത്താടെ കൃഷിസ്ഥലങ്ങളാണ്. ഇതെല്ലാം അമ്മത്താടെ കൃഷിസ്ഥലങ്ങളാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, വാഴയുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് എൻ്റെ പേരൊന്നും സത്യത്തിൽ അറിഞ്ഞുകൂടാ. കരിയാപ്പല ഒക്കെ ഉണ്ട്. പിന്നായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചക്കയാണ് ഗൈസ്. നല്ല ചക്കയാണ്, ഒരുപാടുണ്ട്. പിന്നെ ഇത് ഇതൊക്കെയാണ്. പിന്നെ പയറുണ്ട് ഗായ്സ്. പിന്നെ ആണെങ്കിൽ ഇത് കനാലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതാണ് മുല്ലപ്പൂ, പയറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള നമ്മൾക്ക് ഇവിടെ നിന്ന് ആണെങ്കിൽ പുനലൂർ ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന കൂട്ടൊന്നുമല്ല. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഹെൽത്തി ഫുഡ് കിട്ടുന്നത് നാച്ചുറൽ ഫുഡാണ് ഇവിടുത്തെ. അതുകൊണ്ട് കൃഷി സ്ഥലങ്ങൾ അമ്മത്തേക്ക് ഒത്തിരി ഉണ്ട് ഗായ്സ്. അത് നിങ്ങൾ കണ്ടതാണല്ലോ, എന്നാലും ഞാൻ പറയുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗായ്സ്? ഞങ്ങളുടെ കൂടൽ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കേട്ടോ. അടുത്ത വ്ളോഗായിട്ട് നമുക്ക് പിന്നീട് വരാം. ടാറ്റാ.